ഹലോ നമ്മുടെ പുതിയ ഡേയ്സ് നമ്മൾ ഇന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ഒരു ഡിഫൻഡർ വിറ്റിട്ട് ഗൈസ് വേറൊരു കാർ വാങ്ങാനാണ് ഗൈസ് നമ്മുടെ പ്ലാന്. പൈസ നമ്മൾ നേരെ കാർ ഷോറൂമിലൊക്കെ പോകണം. പൈസ അവിടെയാണ് കുറേ കാർ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പൈസ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ചാനലിൽ. ഇങ്ങനത്തെ ഇന്ത്യൻ ബൈക്കിൻ്റെയോ വേറെ കുറേ വ്ളോഗും അങ്ങനത്തെ കുറേ ഇട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പോയിട്ട് കാണുക. പക്ഷെ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോകാം. ഷോറൂമിലേക്കുള്ള വഴിയെല്ലാം മറന്നു ഗൈസ്. നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോവാം. പക്ഷെ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ചെറിയൊരു സീനുണ്ടായി പോകുമ്പോൾ തന്നെ നമ്മുടെ ഡിഫൻഡർ ഒരു ഡോർ വൈസ് പൊട്ടിയിട്ടുണ്ട്. എന്നാൽ ചെയ്യാന്ന് വെച്ചാൽ ഈ മരത്തിന് കാട്ടിയിട്ടാണ് വൈസ് പൊട്ടിയത്. ഇവിടെ ഒരു മരമുണ്ട്. പൈസ ഇത് നമുക്ക് നേരെ ഒന്ന് നന്നാക്കി എടുക്കണം. പൈസ ഇല്ലെങ്കിൽ ഡിഫൻഡർ നന്നാക്കിയില്ലെങ്കിൽ പൈസ അവിടെ എടുക്കുന്നുണ്ടാവില്ല. നല്ല സെറ്റ് ഡിഫൻഡർ ആണെങ്കിൽ എടുക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈസ അടുത്ത ഡോറും പോയി. പൈസ ഇത് തുറന്ന് പോകുമ്പോൾ ഓരോ ഡോറായിട്ട് പോകുന്നതാണ്. പൈസ പണി നല്ല പൈസ കൊടുത്തും ഗൈസ് നമുക്ക് കൊടുത്തിട്ടൊന്ന് നന്നാക്കി എടുക്കാം പൈസ. എന്നിട്ട് നമുക്ക് കാണാം. പൈസ നമ്മൾ ഷോറൂമിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മൊത്തം റെഡിയാക്കുക. ഷോറൂമിൻ്റെ പുറത്താണ് കുറച്ച് ഡോറൊക്കെ കാണുന്നത്. ഈ ഷോറൂം തെളിയിക്കേണ്ടിയിട്ട് BMW ഗൈസ് ഉള്ളിൽ BMW ഒക്കെ ഉണ്ട്. ഒരു മഞ്ഞ BMW നമ്മളെ കണ്ട് ഗൈസ്. അതെടുത്താലോ എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഗൈസ്. എന്താ ഈ മഞ്ഞ BMW നമുക്ക് ആടുന്ന് തന്നെ കാണാൻ പറ്റും ഗൈസ്, സെറ്റ് പോലെ. പിന്നെ G-Wagon നമ്മൾ ആടിയിട്ടുണ്ടായിരുന്നു. ഇത് ബൈക്കല്ല ഗൈസ്, കാർ ഷോറൂമിൽ ബൈക്ക് വരും. അത് ശരിയാ. നമുക്ക് BMW എടുത്താലോ, അതാണ് നല്ല. ഇവിടെ ഒരു ഡിഫൻഡർ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഡിഫൻഡർ ഇവിടെ കൊടുത്ത് ഇനി നമുക്ക് BMW എടുക്കാം. BMW ചുവപ്പ് വേണം, മഞ്ഞ എടുക്കാം ലൈസ്. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. മഞ്ഞ തന്നെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ കൗണ്ടർ മേലെയാണെന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടാ. പക്ഷേ മേലെ ഉപയോഗിക്കുന്നുണ്ടോയെന്നും അറിഞ്ഞുകൂടാ, എന്നാ സംഭവം എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് മേലെ ഒന്ന് പോയി നോക്കി നോക്കാം. പക്ഷേ മേലെ ആണെങ്കിൽ ഒരു ബൈക്കൊക്കെ കാണുന്നുണ്ട്. ഒരു ബൈക്കുണ്ട് മേലെ, പിന്നെ വേറെ ഒന്നുമില്ല ലൈസ്. കാറൊന്നുമില്ല, എന്നാൽ ഒരു ബൈക്കേ ഗൈസ് കാണുന്നുള്ളൂ. മേലെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. പൈസ നമുക്ക് കൗണ്ടറിൽ നമുക്കൊന്ന് പറയാം എവിടെയാണ് കൗണ്ടറിൽ. പൈസ നമുക്ക് പറഞ്ഞിട്ട് വരാം. പൈസ അങ്ങോട്ട് പോയിട്ട് നമ്മൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പൈസ ഇനി നമുക്ക് ഈ ബൈക്ക് ഇങ്ങനെ ഉള്ളിൽ ചുറ്റി കാണാൻ, പക്ഷെ ചുറ്റി കാണാനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ കാണേണ്ട ആവശ്യമില്ല. പൈസ ഇതിനു മുമ്പേ ഈ ഷോറൂം വലുതായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഇത് ഈ ഭാഗത്തൊക്കെ വലിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പം കമ്പിയൊക്കെ ഇട്ട് പൂട്ടി എന്നാണ് പറഞ്ഞത്. ആ ബൈക്ക് പണ്ടേ ഇല്ലയാണെന്നാണ് പറഞ്ഞത്. പുതിയ പോലെ ഉണ്ട്, വിൽക്കാൻ വെച്ചാന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പൈസ നമുക്ക് ആ BMW ആണ് നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സീറൂട്ടിയാണ് ഇറക്കി കൊണ്ടുപോകാൻ തോന്നുന്നത്. പൈസ നമുക്ക് BMW എടുക്കാം. പൈസ നമ്മൾ ഡിഫൻഡർ പുറത്ത് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. വാശിയായിട്ട് സെറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് എന്നാണ് പറഞ്ഞത്. പൈസ ഇത് ഏഴൂട്ട് എടുക്കും. പൈസ ഈരൂട്ട് സ്ഥലമുണ്ട്. പൈസ നമ്മൾ എടുത്തിട്ടുണ്ട്. സെറ്റ് കൈസ്, സെറ്റ് കാർ കൈസ്. നമ്മുടെ ഡിഫൻഡർ പുറത്തുണ്ട് കൈസ്. ഡിഫൻഡർ ടാറ്റ. ഡിഫൻഡറിൻ്റെ കൃത്യ പൈസ അല്ലായിരുന്നു. കുറച്ചും കൂടി പൈസ ഇതിനുണ്ടായിരുന്നു. ആ പൈസയും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പൈസ നല്ല സ്പീഡുണ്ട് കൈസ്, അത്യാവശ്യം സ്പീഡുണ്ട്. പൈസ സെറ്റാണ്. പൈസ ഇത് ഡ്രിഫ്റ്റൊക്കെ ആകുന്നുണ്ട് കേട്ടോ കൈസ്. ഈ റോഡിലൂടെ പറക്കുന്ന എല്ലാ വണ്ടീനെയും കാട്ടും മുമ്പിൽ നമ്മളെ വണ്ടി പോകുന്നുണ്ട് കൈസ്. ആ കുഴപ്പമില്ല, സെറ്റാണ്. ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പൈസ ഇനി നമ്മളെ വീട്ടിലേക്കാണ്. പൈസ നമ്മൾ പണ്ടത്തെ വീട് ഇവിടെ എവിടെയാണ്. ആ വീട് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു. വിറ്റിട്ട് നല്ല പൈസ ആക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് പൈസ നമ്മൾ BMW എടുത്തത്. ആ ഡിഫൻഡറിനെ ഗായ്സ് വാങ്ങിയിട്ടേ ഉള്ളൂ വണ്ടി. ഗായ്സ് വണ്ടി പൊളിഞ്ഞ് ഗൈസ്. കുടുങ്ങി ഗൈസ്, വണ്ടിയുടെ കുടുങ്ങി ഗൈസ്. വാങ്ങി വന്നിട്ടേ ഉള്ളൂ. പൈസ കണിഞ്ഞെന്നാണ് തോന്നുന്നത്. നമ്മളെ ഡോറൊക്കെ തെറിച്ച് വരും. നമ്മളെ ഗൈസ് നമ്മളെ ഒരു റിപ്പയർ ചെയ്യുന്ന ഒരാളുണ്ട്. പക്ഷെ അയാളെ വിളിച്ച് നോക്കാം നമുക്ക് ആദ്യം. പക്ഷെ എന്നിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. പൈസ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ചങ്ങായി വന്ന് റെഡിയാക്കി സെറ്റായി തന്ന. പൈസ ചെറിയ പൈസയൊക്കെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. പൈസ നമുക്ക് നേരെ പോവാം. വീട്ടിൽ വരണ്ടേനും ഗൈസ്. നല്ല സ്പീഡിലാണ് നമ്മൾ വന്നത്. ബ്രേക്ക് കിട്ടുന്ന നമ്മൾ കിട്ടിയില്ല ഗായ്സ്. പിന്നെ കൺട്രോൾ പോയി ഗൈസ്. ബ്രേക്ക് കിട്ടുന്നില്ല ഗൈസ്. നമ്മളെ ഫ്രണ്ട് പറ്റിച്ചെന്ന് തോന്നുന്നു ഗൈസ്. ബ്രേക്ക് കിട്ടുന്നില്ല ഗായ്സ്. അടിച്ച് പൈസ നമ്മൾ ബ്രേക്ക് കിട്ടുന്നില്ല പൈസ. എങ്ങോട്ട് കൺട്രോളൊന്നും കിട്ടുന്നില്ല പൈസ.
നമ്മൾ എവിടത്തേക്കോ ആണിപ്പോൾ പോകുന്നത് പൈസ കെണിഞ്ഞെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ റെയിൽവേ ട്രാക്കിലാണുള്ള ബസ് ഇത് ട്രെയിൻ വന്നിട്ട് കെണിഞ്ഞു പോകും ഗൈസ്. ട്രെയിനൊന്നും ഇല്ലാതെ പൈസ നമ്മൾ വളക്കാൻ ചെറുങ്ങനെ വരുന്നു, എന്നാലും കൺട്രോൾ കുറവാണ്. പക്ഷെ നമ്മൾ സ്പീഡിൽ നേരെ പോകുന്നുണ്ട് പൈസ. നോക്കി നോക്കാം, നമുക്ക് ഇതൊന്നും കൂടി ആ ഷോറൂമിൽ തന്നെ കൊടുക്കേണ്ടി വരും, ഷോറൂമിൽ പറയേണ്ടി വരും ഇങ്ങനെ കൺട്രോൾ ഇല്ല എന്നാ പൈസ. നമുക്കൊന്ന് പോയിട്ട് കൊടുത്തിട്ട് വരാം പൈസ. ഇനി കൺട്രോൾ അപ്പോൾ ഇപ്പം പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലൂടെ കയറിയിട്ടൊക്കെയാണ് പോയത് ഗൈസ്. എന്ത് ചെയ്യണേ എന്നോട് ഗൈസ്, അങ്ങൊന്ന് ട്രെയിൻ ചെയ്തിട്ട് ഗൈസ് എൻ്റെ കൺട്രോൾ മൊത്തം പോയി ഗൈസ്. എന്നെ കൊല്ലാനുള്ള പരിപാടി ഗൈസ്. അയ്യോ ഗൈസ്, ഇപ്പോൾ ഇതാ ഇവിടുന്ന് കൺട്രോൾ എടുത്തില്ല ഗൈസ്. ഗൈസ് അടിച്ചു ഗൈസ്, വണ്ടീൻ്റെ അടി നമ്മൾ ചത്ത് ഗൈസ്. നമ്മൾ കണിഞ്ഞെന്നാണ് തോന്നുന്നത് ഗൈസ്. ഗൈസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. പിന്നെയും അപ്പം ഗൈസ് മരിച്ചിട്ടില്ല ഭാഗ്യത്തിന് ഗൈസ്. ഫുൾ ഡോറും പോയിന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഇതിൻ്റെ വയ്യ തന്നെയാണ് പോകുന്നത് ഗൈസ്. ഗൈസ് ഇപ്പോൾ എന്നാ ചെയ്യാന്ന് നമുക്ക് അറിയില്ല ഗൈസ്. ഇതിൻ്റെ അടി പെട്ടുപോയി നമ്മൾ ഗൈസ്. ഇതിൻ്റെ വയ്യനെ തന്നെയാണ് പിന്നെയും പോകുന്നത്. അപ്പോൾ വണ്ടി ഇത് ട്രെയിൻ നിന്നിട്ടുണ്ട്, അവിടെ പ്രശ്നമില്ല. അപ്പോൾ ഗൈസ് ഇത് പറക്കുന്ന ഗൈസ് വണ്ടി ഒന്ന് ഗൈസ്. നല്ല സ്പീഡിലാണ് പോകുന്നത്, എയറിലാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ഇപ്പം തന്നെ അവൾ മരിക്കുമെന്ന് തോന്നുന്നു ഗൈസ്, അത്രയും പ്രശ്നമായി പൈസ. പക്ഷെ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പൈസ. നമ്മൾ ഇതിപ്പം മരിക്കും ഗൈസ്. ഓ ഗൈസ് ചത്ത് ഗൈസ്, ചത്തില്ല ഗൈസ്. നമ്മളെ വണ്ടി അപ്പുറത്തുണ്ട് പൈസ. അത് നമ്മൾ വെടിവെച്ച് പൊട്ടിക്കുന്നതാണ് പൈസ. അതോ ഗൈസ്, നമ്മൾ വെടിവെച്ചാൽ നിലത്തായിപ്പോയി. നമ്മളെ സ്പീഡ് കൂട്ടലുണ്ട് ഗൈസ്, ചത്ത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പുതിയ